ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇവിടെ 2 രീതിയിലുള്ളതായ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് ജഡം, മറ്റൊന്ന് ആത്മാവ്. ഇത് മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു വശത്ത് മനുഷ്യനിൽ ജഡം ഉണ്ട്, മറുവശത്ത് അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. എന്നാൽ ആത്മാവ് മനുഷ്യനെ നിയന്ത്രിച്ചു പോകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ദൈവിക വ്യവസ്ഥ. അത് ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആത്മാവ് അവനെ നിയന്ത്രിക്കും. അപ്പോൾ അവന്റെ ചിന്തകളെല്ലാം ആത്മീക മണ്ഡലത്തിൽ നിന്നുള്ളതായിരിക്കും. എന്നാൽ ജഡത്തെ അനുസരിച്ച് അവൻ മുൻപോട്ട് പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ ആത്മാവ് ദുഃഖിക്കുകയും ജഡം അവനെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിന്റെ പരിണത ഫലമായിട്ട് അവൻ അനേക ദോഷങ്ങൾ, അനർത്ഥങ്ങൾ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് ഏദെൻ തോട്ടത്തിൽ വെച്ച് തുടങ്ങിയതായ കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ ആക്കി ദൈവം ആദിമ സൃഷ്ടി നടത്തി. എന്നാൽ ആദാമവ്വമാര് അവരെ ലംഘനം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കുകയും പിന്നീട് അവരുടെ ജഡത്തിനനുസരിച്ച് ജഡത്തെ പോഷിപ്പിക്കേണ്ടതിന് അവർ മുൻപോട്ട് പോവുകയും ചെയ്തതിന്റെ പരിണത ഫലമാണ് ലോകത്തിൽ പാപം പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതേപോലെ അബ്രഹാമിന്റെ ചരിത്രം എടുത്താലും അബ്രഹാമിന് 2 തലമുറകൾ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഒന്ന് വാഗ്ദത്ത തലമുറയായ ഇസഹാക്ക്, അത് ആത്മീകമായ ജനനമാണ്. എന്നാൽ അബ്രഹാം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മുൻപോട്ട് പോയി തനിക്ക് ഒരു ജഡീക സന്തതി ജനിച്ചു. അതാണല്ലോ ഇസ്മായേൽ. അത് അബ്രഹാമിന്റെ ആ ജഡത്തിന്റെ അനുഭവത്തിലൂടെ ഉണ്ടായതായ സന്തതിയാണ്. അതിന്റെ ശാപം ഇന്നും തീർന്നിട്ടില്ല. ഇന്നും അത് ലോകത്തിൽ 2 വർഗമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഇന്ന് കാണുന്ന യുദ്ധങ്ങളുടെയും മറ്റ് തകർച്ചകളുടെയും എല്ലാം കാരണം. ഇത് ഇങ്ങനെ 1-2 ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് സമയമുള്ളൂ. അതേപോലെ നമുക്ക് അറിയാം, യാക്കോബും ഏശാവും അവർക്കും തമ്മിൽ ഒത്തുപോകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആത്മീക സന്തതിയും ജഡീക സന്തതിയും ഉണ്ട്. ആത്മാവിനെ അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ ആത്മാവ് ഗൈഡ് ചെയ്യുന്നത് പോലെ പോകും. അതല്ല എങ്കിൽ ജഡം പറയുന്നത് പോലെ അപ്പോഴാണ് അവന്റെ മുഷ്ടി, അവന്റെ അധികാരം, ഇതെല്ലാം അവൻ എടുക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഇത് രാഷ്ട്രീയ ലോകത്തിലും നമുക്ക് കാണുവാൻ കഴിയും, ആത്മീയ ലോകത്തിലും കാണുവാനായിട്ട് കഴിയും. അവര് ആത്മീകമായി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അതനുസരിച്ച് മുൻപോട്ട് പോകും. അതല്ലെങ്കിൽ ആ ജഡം കൊണ്ട് ആ പലതും നിയന്ത്രിക്കുവാനായിട്ട് നോക്കുമ്പോഴാണ് പിന്നത്തേതില് അത് പോലീസ്, കേസ്, കോടതി ഇതൊക്കെയായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ ഈ റോമാലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ജഡത്തിന്റെ ചിന്ത അവസാനം അത് മരണത്തില്, നാശത്തില് കൊണ്ട് എത്തിക്കുമ്പോൾ, എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും അത് പ്രദാനം ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, ആത്മാവ് നയിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആ കൃപപ്രകാരം, ദൈവവചനപ്രകാരം ആത്മാവിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് ഫലമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ